അല്ല താങ്കൾ ശിവശങ്കറിനെ ബലിയാടാക്കി അന്വേഷണം അവസാനിപ്പിച്ചു, അന്വേഷണം അട്ടിമറിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ പറഞ്ഞു 1 മിനിറ്റ് ആയിട്ടല്ലേ ഉള്ളൂ, വായ അദ്ദേഹം പറഞ്ഞു തീർത്ത് 1 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. 1 മിനിറ്റ് കൊണ്ട് അദ്ദേഹം സമ്മതിച്ചു ബിജെപിയുടെ കേന്ദ്ര ഏജൻസികൾ ഫെയിലറായി, അന്വേഷണത്തിൽ പരാജയപ്പെട്ടു, പിണറായി സർക്കാർ രക്ഷപ്പെട്ടു. അപ്പൊ പിണറായി സർക്കാർ രക്ഷപ്പെട്ടെങ്കിൽ അത് ആരുടെ കഴിവുകളാണ്? ശ്രീ സന്ദീപ് വാര്യർ, എല്ലാവരും അറസ്റ്റിലാവുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. എൻ വാസുവും എ പത്മകുമാറും അടക്കമുള്ളവർ അറസ്റ്റിലാകുമ്പോൾ സർക്കാർ ഒരു തരത്തിലും അതിൽ ഇടപെട്ടിട്ടില്ല എന്നതിന്റെ സൂചനയല്ലേ തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. ആരാണ് അല്ലെങ്കിൽ ആരായിരിക്കണം? ഇപ്പോൾ ആ കാലത്തെ ഈ തട്ടിപ്പ് നടന്നു എന്ന് കോടതി തന്നെ സംശയലേശമന്യേ പറയുന്ന കാലത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അടക്കം അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ ആര് എന്നൊരു ചോദ്യം അസ്വാഭാവികമായ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ്. അല്ല, തീർച്ചയായിട്ടും ആ ആകാംക്ഷ, ആ ആശങ്ക ഈ രാജ്യത്തെ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ ആശങ്കയാണ്, അവരുടെ ആകാംക്ഷയാണ്. ഈ ശബരിമല അയ്യപ്പന് സമർപ്പിക്കപ്പെട്ട സ്വർണം മുഴുവൻ മോഷ്ടിച്ചെടുത്ത ദൈവതുല്യരായിട്ടുള്ള അതല്ലെങ്കിൽ വൻ തോക്കുകൾ ആരൊക്കെയാണ് എന്നത് പൊതുജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടന്നിരിക്കുന്നു, മൂല്യം കണക്കാക്കാനാകാത്ത തരത്തിലുള്ള അത്രയും വലിയ കൊള്ള നടന്നിരിക്കുന്നു. അതിൽ അന്താരാഷ്ട്ര സംഘങ്ങളുടെ ഗൂഢാലോചന പോലും സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു വലിയ അന്വേഷണം ഇതിനാവശ്യമുണ്ട്. ഇവിടെ ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞത് എന്താണ്? ഈ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ടതായതിനാൽ ഇത് നീതി നടപ്പിലാവുക മാത്രമല്ല, നീതി നടപ്പിലായി എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക കൂടി വേണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അന്വേഷിക്കുന്ന സംഘത്തിന് മേൽ സമ്മർദ്ദം ഉണ്ടാകുമെന്നുള്ളത് അത് കേരളത്തെ സംബന്ധിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ നോക്കൂ, ഇവിടെ BJPയുടെ പ്രതിനിധി ഒരു കാര്യം പറഞ്ഞ് വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരു സത്യം പറഞ്ഞു. എന്താണ്? ശിവശങ്കറിനെ ബലിയാടാക്കി ഞങ്ങൾ ഈ സ്വർണ്ണക്കടത്ത് അന്വേഷണം ഞങ്ങളുടെ ഏജൻസി തീർത്തു കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ ഈ പാലം നേരത്തെ തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ശങ്കർ സിമെന്റിന്റെ കരുത്തുള്ള ഒരു പാലം BJPക്കും CPMനും ഇടയിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് ഇപ്പോൾ BJPയുടെ പ്രതിനിധി തന്നെ ഇവിടെ സമ്മതിച്ചിരിക്കുകയാണ്. അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അഡ്മിഷനാണ് നടന്നത്. ഇനിയിപ്പോൾ തിരുത്താൻ കഴിയില്ലല്ലോ, കാരണം ശിവശങ്കർ ബലിയാടാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ശിവശങ്കറിനെ ബലിയാടാക്കി അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞ കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കില്ല. താങ്കൾ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അല്ല, താങ്കൾ ശിവശങ്കറിനെ ബലിയാടാക്കി അന്വേഷണം അവസാനിപ്പിച്ചു, അന്വേഷണം അട്ടിമറിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ശിവശങ്കർ പിണറായി സർക്കാർ ശിവശങ്കറിനെ ബലിയാടാക്കി, എന്താ സംശയം? അല്ല, അപ്പൊ അങ്ങ് എന്റെ വാക്ക് പറയുമ്പോൾ ഞാൻ ഇടപെടും. അങ്ങനെയാ? നിങ്ങൾ എന്റെ വാക്ക്, ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടില്ല. അല്ല, അങ്ങനല്ല. ഞാൻ പറഞ്ഞ കാര്യം ശിവശങ്കറിനെ ബലിയാടാക്കി പിണറായി സർക്കാർ കൈയൂരിയത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അന്വേഷണ ഏജൻസികൾ പിണറായി സർക്കാരിനെ ഇതാക്കുന്നത് ഞാൻ പറഞ്ഞു. അല്ല, ഇപ്പൊ പറഞ്ഞ വാചകം ഇനി മാറ്റില്ലല്ലോ. ഇപ്പൊ പറഞ്ഞ വാചകം ഇനി മാറ്റുമോ? ഈ വാചകത്തിന് അങ്ങനെ മാറുമോ? ഇത് ഫൈനലാണല്ലോ, ഇനി മാറ്റമില്ലല്ലോ. അല്ല, അദ്ദേഹം പറയട്ടെ. ഇപ്പൊ പറഞ്ഞ വാചകത്തിന് മാറില്ല, മാറ്റമില്ലെന്ന് അദ്ദേഹം പറയട്ടെ. അല്ല, സന്ദീപ് വാര്യരെ, ഞാൻ പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു മാറ്റവുമില്ല. ശിവശങ്കറിനെ ബലിയാടാക്കി സർക്കാരാണെന്നുള്ള കാര്യത്തിൽ എന്താ സംശയം? അതെന്താ സംശയം? അത് മതി, അത്ര ശരി. ഇപ്പൊ അദ്ദേഹം ഇവിടെ വായിച്ചത് എന്താ? കേന്ദ്ര ശരി മതി. ഇനി ഞാൻ പറഞ്ഞു, എന്റെ സമയമാണല്ലോ. അദ്ദേഹം പറഞ്ഞതാ ഞാൻ ആവർത്തിക്കുന്നത്. ശിവശങ്കറിനെ ബലിയാടാക്കി, അതിന്റെ അർത്ഥം എന്താ? ശിവശങ്കരൻ നിരപരാധിയാണ്, ശിവശങ്കരനെ ബലിയാടാക്കി പിണറായി സർക്കാർ തലയൂരി എന്ന് അദ്ദേഹം പറയുന്നു. ഒന്നുകിൽ അദ്ദേഹം ഇപ്പോൾ അഡ്മിഷൻ ചെയ്തെന്താ? നരേന്ദ്രമോദി സർക്കാരിന്റെ ഏജൻസികളുടെ കഴിവുകേട്, കേന്ദ്ര സർക്കാരിന്റെ കഴിവുകേട് BJPയുടെ പ്രതിനിധി ലൈവ് ചർച്ചയിൽ വന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞു 1 മിനിറ്റ് ആയിട്ടല്ലേ ഉള്ളൂ, വായ അദ്ദേഹം പറഞ്ഞു തീർത്ത് 1 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. 1 മിനിറ്റ് കൊണ്ട് അദ്ദേഹം സമ്മതിച്ചു BJPയുടെ കേന്ദ്ര ഏജൻസികൾ ഫെയിലറായി, അന്വേഷണത്തിൽ പരാജയപ്പെട്ടു, പിണറായി സർക്കാർ രക്ഷപ്പെട്ടു. അപ്പൊ പിണറായി സർക്കാർ രക്ഷപ്പെട്ടെങ്കിൽ അത് ആരുടെ കഴിവുകളാണ്? കേന്ദ്ര ഏജൻസികളുടെ കഴിവുകൾ. ആരാണ് വിഡിത്തരം പറഞ്ഞത്? നിങ്ങൾ വിഡിത്തരം പറഞ്ഞ വായ നാവ് ഉള്ളിലേക്ക് ഇട്ടതേ ഉള്ളൂ. കേരളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സെക്രട്ടറി ഉള്ളിലകത്തേക്ക് പോയത് നിങ്ങൾ അത് മനസ്സിലാക്കണം. കണ്ടുമുട്ടുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കാൻ നിന്ന് എന്ത് ചെയ്യും? അല്ല, വെല്ലുവിളിയല്ലോ. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതേ കാര്യമാണ് ഞാൻ ആവർത്തിക്കുന്നത്. ഞാൻ അത് വിശകലനം ചെയ്യാണ്. ഞാൻ പ്രിന്റുവിന്റെ സമയത്ത് സംസാരിക്കൂ. പറഞ്ഞ വാചകം എന്താ? അല്ല,
അല്ല പിന്നെ നിങ്ങൾ അത്തരം ഒരു നാൾ വഴി വിശകലനം ചെയ്യണ്ട. അല്ല ഞാൻ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ഞാൻ ഇടപെടാം. ഈ നിലയ്ക്ക് പോയാൽ ശരിയാവില്ല. മറ്റതിഥികളൊക്കെ സംസാരിക്കാൻ വന്നിരിക്കുന്നതാണ്. അങ്ങ് പറഞ്ഞതാണ്, ഞാനതിൽ ചോദ്യങ്ങൾ ചോദിച്ചതാണ്. അദ്ദേഹത്തിന്റെ അവസരത്തിൽ അങ്ങയുടെ അവസരത്തിൽ അങ്ങേക്ക് നിഷേധിക്കാം. അതാണ് ചർച്ചയുടെ രീതി. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ച് മുന്നോട്ട് പോയി പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ എതിർക്കുന്നത് നിങ്ങളാണ്. ശ്രീ സന്ദീപ് പൂർത്തീകരിക്കും. മാധു എന്തൊക്കെയാ ഇദ്ദേഹം പറയുന്നത്? അദ്ദേഹം ഒരു വിഡ്ഢിത്തരം പറഞ്ഞു, ഞാനത് എക്സ്പോസ് ചെയ്തു, മണ്ടത്തരം മനസ്സിലായപ്പോ ഇപ്പൊ കിടന്ന് ഉരുളാണ്. അങ്ങ് പറഞ്ഞു എന്നെ പറയാൻ സമ്മതിക്കൂ? ഞാൻ മുഴുവനാക്കിക്കോട്ടെ. ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞു ശിവശങ്കറിനെ ബലിയാടാക്കി പിണറായി സർക്കാർ രക്ഷപ്പെട്ടു എന്ന്. അങ്ങനെയാണെങ്കിൽ അത് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളുടെ കഴിവുകേടല്ലേ? ഇത്ര കഴിവുകെട്ട ഈ സർക്കാരിനെതിരെ എല്ലാ തെളിവും ഉണ്ടായിട്ടും പിടിക്കാൻ കഴിയാതെ പോയ നാണം കെട്ട ഏജൻസികളാണ്, കേന്ദ്ര ഏജൻസികളാണ് ഞങ്ങളുടെ കീഴിലുള്ളത്. ഞങ്ങളുടെ സർക്കാരിന് കഴിവില്ല, ഞങ്ങളുടെ സർക്കാർ കഴിവുകെട്ടതാണെന്ന് ബി ജെ പിയുടെ വേറൊരു വിഷയമാണ്. നിങ്ങൾ രണ്ടുപേരും ഈ പറയുന്ന രാഷ്ട്രീയ വൈരം തീർക്കാൻ ഈ ചർച്ചയുടെ കണ്ടംപററി ഇഷ്യൂ ആണ് വേണോ? അല്ലാതെ മാധു കണ്ടംപററി ഇഷ്യൂ ആണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പാലം പണിയുടെ ഭാഗമാണ്, ആ പാലം പണിയുടെ ഭാഗമാണെന്നേ. CPM BJP പാലം പണിയുടെ ഭാഗമാണ് സ്വർണ്ണക്കടത്ത് അന്വേഷണത്തിൽ അട്ടിമറിക്കപ്പെട്ടത്. അത് അദ്ദേഹത്തിന് പറയാൻ പറ്റാത്തതുകൊണ്ടാ അദ്ദേഹം പറഞ്ഞത് ഈ കേസിൽ നിന്ന് ശിവശങ്കറിനെ ബലിയാടാക്കി പിണറായി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ സ്വന്തം ഏജൻസികളുടെ കഴിവുകേട്, സ്വന്തം സർക്കാരിന്റെ കഴിവുകേട്, അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയുള്ള ധാരണ. അതിലേതാന്ന് പറഞ്ഞാൽ മതി, ഒന്നുകിൽ CPM BJP എന്തിനാണ് സംസ്ഥാന സർക്കാർ എതിർക്കുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എന്തിനാണ് സർക്കാർ ED അന്വേഷണത്തെ എതിർക്കുന്നത്? പാലമുണ്ടെങ്കിൽ സേഫ് അല്ലേ? ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കില്ലല്ലോ. ഇത് മോദിയുടെ മേൽനോട്ടത്തിലാണെങ്കിൽ അവർ ഭയക്കില്ലല്ലോ. അന്വേഷണം അവർ ഭയക്കില്ല. കാരണം നെക്സസ് അല്ലേ കേരളം. സംസാരിക്കുമ്പോ ഇപ്പൊ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മറ്റൊരു പാനലിസ്റ്റ് അങ്ങ് സംസാരിക്കുന്നത് മുഴുവൻ മണ്ടത്തരമാണ്, വിഡ്ഢിത്തരമാണെന്ന് നിരന്തരം പറഞ്ഞാൽ അങ്ങ് സഹിക്കോ? അത് ചെയ്യരുത്, അത് മോശമാണ്. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പറയുന്നത് മുഴുവൻ വിഡ്ഢിത്തരമാണെന്ന് അങ്ങ് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ അങ്ങനെ ചെയ്താലോ? അദ്ദേഹം ഞാൻ ഇടപെടുന്ന അദ്ദേഹത്തിന്റെ അവസരം കഴിഞ്ഞ് അങ്ങയിലേക്ക് വരുമ്പോഴാണ്. അങ്ങ് അതിന് സമ്മതിക്കില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ല പൊതുസമൂഹത്തെ പറ്റിക്കുന്ന രീതിയിൽ ഇത്ര വിഡ്ഢിത്തരങ്ങൾ പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം അഭിപ്രായം ഉണ്ടാകുന്നേ. അങ്ങ് പറയുന്നത് അഭിപ്രായം ഉണ്ടാകുന്നു. അങ്ങ് സമ്മതിച്ചു കൊടുക്കോ? അത് അങ്ങയുടെ അവസരത്തിൽ പറയുന്നത് ചർച്ച അലമ്പാക്കി കളയല്ലേ? മറ്റുള്ളവരുടെ സമയത്തിനൊക്കെ വിലയുണ്ട്. അല്ല, അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമയം കൊടുക്കേണ്ട മാധു. കാരണം ഇതുപോലെയുള്ള സത്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയട്ടെ, കേരളം കേൾക്കട്ടെ. ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയുടെ ഫ്ലോറിൽ പറഞ്ഞു ഞങ്ങളും CPM തമ്മിൽ പാലം പണിതു, ബ്രിട്ടാസ് ഇടനിലക്കാരനായിരുന്നു പറഞ്ഞു. എവിടെ? രാജ്യസഭയുടെ ഫ്ലോറിൽ പറഞ്ഞു. ആ കാര്യം തന്നെയാണല്ലോ ഇദ്ദേഹം ഇപ്പോൾ മാധവന്റെ ഫ്ലോറിലും പറയുന്നത്. ഇവർ തമ്മിലുള്ള ധാരണ ഞങ്ങൾ ശിവശങ്കറിനെ ബലിയാടാക്കി പിണറായി. ഇതല്ലേ നടന്നത്? കേരളം കണ്ടു, കേരളം കാണുന്നു. CPM BJP ധാരണ, ഇതിലപ്പുറം എന്താ ഉള്ളത്? ശ്രീ പ്രിന്റ് മഹാദേവ്, ഇന്നിപ്പോ കോൺഗ്രസിനൊപ്പം BJPയും ഈ SIT അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവിശ്വാസമുണ്ട് എന്നത് ശരിയാണ്. ആദ്യം തന്നെ BJP ആദ്യഘട്ടം മുതൽ സംസ്ഥാന സർക്കാരിന്റെ പേരോളിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കോടതിയിലേക്ക് അന്വേഷണ റിപ്പോർട്ട് എത്തി, കോടതി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ 4 ആഴ്ചത്തെ സമയം കൂടി നൽകുന്നു. N വാസുവും A പത്മകുമാറും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ CPMന് ഞങ്ങളുടേതല്ല എന്ന് പറയാൻ കഴിയാത്ത തരത്തിലുള്ള നേതാക്കൾ അറസ്റ്റിലാകുന്നു. പാർട്ടി ഇപ്പോഴും പറയുന്നത് പാർട്ടി അംഗമാണ്, അല്ലാതെ ജനപ്രതിനിധി അല്ല എന്ന നിലയ്ക്ക് രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇന്നത്തെ പോലും കോടതി ഉത്തരവിൽ കൃത്യമായി ഈ ആളുകളുടെ ഇടപാടും ഈ ആളുകളുടെ ഇടപെടലും അവരുടെ സമ്മർദ്ദവും അടക്കമുള്ള കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുമ്പോഴും മാറ്റി നിർത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക്, ആത്മവിശ്വാസത്തിലേക്ക് എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് എത്താൻ കഴിയുക? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായ ബോധ്യമുണ്ട്. ഈ പിണറായി സർക്കാർ കൺസൾട്ടൻസി കോഴ മുഖമുദ്രയാക്കിയിട്ടുള്ള ആളുകളാണ്. ബഡ്ജറ്റ് പോലും കോഴ എങ്ങനെയുണ്ടാക്കാം, ബഡ്ജറ്റിൽ നിന്ന് ഇങ്ങനെ പണം അടിച്ചു മാറ്റാൻ ചിന്തിച്ചുകൊണ്ട് കൺസൾട്ടൻസി കോഴ മുഖമുദ്രയാക്കിയ ആളുകളാണ്. അതിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ സ്വത്ത് അടിച്ചു മാറ്റുന്ന കാര്യമായിക്കോട്ടെ,
പൊതുഖജനാവിൽ നിന്ന് സമ്പത്തടിച്ച് കാട്ടുക. ഇതിൽ കൃത്യമായിട്ടൊരു വലിയ രീതിയിൽ ഇതിനകത്തൊരു ഡോക്ടറേറ്റ് ഒരു പ്രത്യേക സംഘം തന്നെ ഈ പിണറായി സർക്കാരിന് 10 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ എല്ലായ്പ്പോഴും ഞാൻ സൂചിപ്പിച്ചത് ഒരു പൊതുവ്യവസ്ഥിതി അനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയക്കാരുടെ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളാണ് കേരളത്തിൽ കാണുന്നത്. അത് കൃത്യമായിട്ട് ഈ അന്വേഷിക്കുന്നത് ആരാ? പിണറായിയുടെ പോലീസ്. ആരാണ് കൊള്ള നടത്തിയിട്ടുള്ളത്? പിണറായിയുടെ ദേവസ്വം മന്ത്രിയും അതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ. സ്വാഭാവികമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് അതിനകത്ത് കൃത്യമായി സുതാര്യത ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കേന്ദ്ര ഏജൻസി വരണം, ഇതിനകത്ത് സത്യസന്ധമായ അന്വേഷണം നടക്കുന്നു എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് കേട്ടു, ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് മാത്രമാണ് അഴിമതി നടന്നിട്ടുള്ളതെന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേവസ്വം മേഖലയിൽ അഴിമതി നടത്തിയിട്ടുള്ളത് UDF ഭരിക്കുന്ന സമയത്താണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ നിങ്ങൾ മനസ്സിലാക്കണം, അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ സഹോദരനായിരുന്നു ദേവസ്വത്തിൻ്റെ സെക്രട്ടറി. അദ്ദേഹം 1.87 കോടി രൂപ പാത്രം മേടിച്ചുകൊണ്ടാണ് അഴിമതി നടത്തിയത്. പാത്രം ഇല്ലാത്ത ഒരു ബില്ല് കാണിച്ചുകൊണ്ട് പാത്രം മേടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഒരിക്കലും ദേവസ്വം ബോർഡിൻ്റെ അഴിമതിയെക്കുറിച്ച് പറയാൻ ഒരു അധികാരവും അവകാശവും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ശബരിമല അയ്യപ്പനിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. വിശ്വാസവും വികസനം മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസി സമൂഹത്തിൻ്റെ പൊതുപ്രശ്നം എന്ന രീതിയിൽ നേരത്തെ നമ്മുടെ ശില്പി പറഞ്ഞതുപോലെ ശബരിമല ശാസ്താവിനെ സംബന്ധിച്ച അവസാനത്തെ ഈ ശബരിമല കൊള്ളയിലെ വിക്കറ്റ് വീഴുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പിന്നെ പൊതുസമൂഹത്തിന് ഒരു വിശ്വാസ്യത വേണമെങ്കിൽ പുറത്തുനിന്നുള്ള ഏജൻസികൾ വരണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അന്വേഷണ സംഘത്തെ അവിശ്വാസമല്ല, പല ബാഹ്യ സമ്മർദ്ദങ്ങളും വിധേയമായിക്കൊണ്ട് പലതരത്തിലുള്ള അന്വേഷണത്തിന് മൊഴിമാറ്റലുകൾ ഉണ്ടാകാം. ചില വ്യക്തികൾ അയ്യപ്പനിലും നിയമത്തിലുമൊക്കെയാണ് വിശ്വാസം എന്ന് പറയുമ്പോഴും അങ്ങ് വളരെ പ്ലെയിനായി അങ്ങ് പറഞ്ഞു പോവുകയാണ്. ആരാണ് കൊള്ള നടത്തിയത്? അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് എന്ന് പറയുകയാണ്. രാഷ്ട്രീയമായി നിങ്ങൾക്ക് ഇങ്ങനെ വാദോരാതെ പറയാമെന്നതിനപ്പുറത്ത് കോടതിയെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നു. SIT-യിൽ നിങ്ങൾ അവിശ്വസിക്കുന്നു എന്ന നിലയ്ക്ക് അങ്ങനെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കമന്റ് ഒന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരല്ലേ എന്ന തരത്തിലുള്ളൊരു സംശയം മുന്നോട്ട് വെക്കുന്നു എന്നതിനപ്പുറത്ത്. പക്ഷെ എങ്ങനെയാണ് ഇതുവരെ ഒരു മൊഴിയും ഇല്ലാതിരുന്നിട്ടും വളരെ പ്ലെയിനായി അങ്ങനെ ഒരു കമന്റ് നടത്തിപ്പോകാൻ കഴിയുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ കോടതി അത് ചൂണ്ടിക്കാണിക്കില്ലേ? ഇപ്പൊ കോടതിയുടെ കർശനമായ നിർദ്ദേശവും കോടതിയുടെ മാർഗനിർദ്ദേശവും അനുസരിച്ചാണ് ഇക്കണ്ട അറസ്റ്റ് മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം ഇത്രയുള്ള സിമ്പിൾ ലോജിക്കുള്ളൂ. കേരളത്തിലെ ദേവസ്വം മന്ത്രി അറിയാതെ, അന്നത്തെ ദേവസ്വം മന്ത്രി അറിയാതെ ഇത്തരത്തിലൊരു വലിയൊരു തീവട്ടിക്കൊള്ളയ്ക്ക് ശബരിമല പോലെയുള്ള വിവാദ ഒരു പ്രദേശത്ത്, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നൊരു പ്രദേശത്ത് ഇത്തരത്തിലുള്ളൊരു തീവട്ടിക്കൊള്ളയ്ക്ക്, സ്വർണ്ണക്കൊള്ളയ്ക്ക് ഈ പറയുന്ന നമ്മൾ പറയുന്ന വൻപൻ സ്രാവ് എന്ന് പറയുന്ന പത്മകുമാർ മാത്രം വിചാരിച്ച് നടക്കുമോ? അത് കേരളത്തിലെ പൊതു മനസാക്ഷിക്ക് മുന്നിലൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഒരു പത്മകുമാർ തന്നെ പറഞ്ഞല്ലോ, ദൈവതുല്യരായിട്ടുള്ള ആളുകളെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതിലെന്താ നമ്മളെ വിശ്വസിക്കുന്നത്? അതുകൊണ്ട് ചില പേരുകൾ വരും. അതുകൊണ്ട് എന്തൊക്കെ ഈ ദേവസ്വം മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, ദേവസ്വം പ്രസിഡന്റ് ആയിക്കോട്ടെ, അവർ ചെയ്യുന്ന അഴിമതിക്ക് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്.